ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഒരു ഉപ്മാവാണ്. അത് നമ്മൾ റാഗിയുടെ സേമിയ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകും. ഞാൻ വേണ്ട ഇങ്ങനെ ഒരു പാക്കറ്റ് സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പകുതി മതി നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം കുറച്ച് വെള്ളം കയ്യിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തളിച്ചിട്ട് ജസ്റ്റ് പുട്ട് എങ്ങനെയാണ് നനയ്ക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന്, ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കരുത്, ചെറുതായിട്ട് ഒന്ന് നനച്ച് വയ്ക്കുക. നനച്ച് വെച്ചതിന് ശേഷം അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നനച്ചാൽ മാത്രം മതി. കണ്ടോ, ഇങ്ങനെ ഇരിക്കണം സംഭവം. പൊട്ടിയൊന്നും പോകാതെ നോക്കണം. എന്നാൽ എല്ലാം നനയുകയും വേണം. കണ്ടല്ലോ, ഇതുപോലെ ആക്കി നമ്മൾ വയ്ക്കാം. ഇളകിയും പോയി. നമുക്കൊരു ചട്ടി അടപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നെയ്യോ എന്തായാലും മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് കടലപ്പരിപ്പ്, നമ്മുടെ പൊട്ടുകടല ഇട്ട് കൊടുത്തു. അതൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കട്ടെ. ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കൂടെ ഇട്ട് കൊടുക്കാം. ഷുഗറുകാർക്കൊക്കെ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് റാഗിയുടെ സേമിയ കൊണ്ടുണ്ടാക്കുന്ന ഉപ്മാവ്. അങ്ങനെ നമ്മുടെ കിസ്മിസൊക്കെ നന്നായിട്ട് ബൗളായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, ഒരു പീസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. ഇഞ്ചി മൂത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച്, ഞാൻ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്, സവാള ആയാലും കുഴപ്പമില്ല. ഒരു 10-12 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു ക്യാരറ്റ്, ബീൻസ് വേണമെങ്കിൽ ചേർക്കാം. എൻ്റെ ബീൻസ് ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഞാൻ ബീൻസും ചേർക്കും. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് മാവിനാവശ്യമുള്ള ഉപ്പങ്ങ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഈ പച്ചക്കറി, അതായത് ക്യാരറ്റൊക്കെ ഒന്ന് വേകാനുള്ള കുറച്ച് വെള്ളം മതി. അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഏതാണ്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന റാഗിയും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ആ റാഗിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സിമ്മിൽ വേണം വെച്ചിരിക്കാൻ. ലോ ഫ്ലെയിമിലാണ് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടുന്നത്.
അല്ലാതെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കൊരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. പിന്നെ ഇതിന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ഉപ്മാവ് ഒന്ന് തുറന്ന് നോക്കുകയാണ്. എൻ്റെ അടിപൊളിയായിട്ടുണ്ട്. അത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, എന്നാൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇടാം. ഒരു 1/2 കപ്പ് തേങ്ങയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കുക. കുട്ടികൾക്കൊക്കെ രാവിലെ കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അത്യാവശ്യം പച്ചക്കറികളുണ്ട്, നട്ട്സുണ്ട്. നല്ല നെയ്യിൽ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുന്നതാവും നല്ലത്. ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ കൂരവിൻ്റെ ഉപ്മാവ്, സേമിയ ഉപ്മാവ് റെഡി ആയിരിക്കുന്നു. എൻ്റെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മളത് നനച്ച് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതൊരു സേമിയ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.